തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എൽ ഡി എഫിൽ കിങ് മേക്കർ ആര്? പിണറായി വിജയനോ ബിനോയ് വിശ്വമോ? ഇതാണ് ചോദ്യം. ഈ രണ്ടുപേരുമല്ല എൽ ഡി എഫിലെ കിങ് മേക്കർ. സാക്ഷാൽ ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ ഗ്രൂപ്പുമാണ്. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ വലിയ വിവാദമാണ് ഉണ്ടായത്. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് മാർക്സിസ്റ്റുകാരുടെ തനിനിറം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തിരിച്ചറിയും എന്നാണ്. 50 സീറ്റ് പോലും ജോസ് കെ മാണിക്ക് കിട്ടില്ല എന്നാണ് അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ജോസ് കെ മാണി ആവശ്യപ്പെട്ടത് 1000 സീറ്റ്. എൽ ഡി എഫ് വാരിക്കോരി നൽകിയത് 1023 സീറ്റ്. ചോദിച്ചതിനേക്കാൾ 23 സീറ്റ് കൂടുതൽ. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട ശേഷം ഇത്തരമൊരു സീറ്റ് കിട്ടുന്നത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പ് മത്സരിച്ചത് 900 സീറ്റിലാണ്. 530 എണ്ണത്തിൽ അവർ വിജയം നേടി. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ പാലാ നഗരസഭ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നു. കോട്ടയത്ത് 10 സീറ്റാണ്, കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ 10 സീറ്റാണ് ജോസ് കെ മാണിക്ക് കൊടുത്തിരിക്കുന്നത്. രാജകീയമായി തന്നെ ജോസ് കെ മാണിയെ വാഴിച്ചിരിക്കുന്നു പിണറായി വിജയൻ. ജോസ് കെ മാണിക്ക് രാജയോഗം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ജോസ് കെ മാണി ഷൈൻ ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. സി പി ഐക്ക് അല്പമൊക്കെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടെങ്കിലും ജോസ് കെ മാണിയുടെ ശക്തി അവരും അറിഞ്ഞു കഴിഞ്ഞു. ജോസ് കെ മാണി ചില്ലറക്കാരനല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ അപ്രതീക്ഷിതമായി ജോസ് കെ മാണി തോറ്റെങ്കിലും അവർ മത്സരിച്ച വാർഡുകളിലൊക്കെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. മാത്രമല്ല അവർക്ക് മന്ത്രിയെ സംഭാവന ചെയ്യാനും കഴിഞ്ഞു. റോഷി അഗസ്റ്റിൻ അവരുടെ മന്ത്രിയാണ്. എൻ ജയരാജ് ചീഫ് വിപ്പാണ്. അങ്ങനെയൊക്കെ അവർക്ക് ശക്തമായ രീതിയിൽ ശക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിൽ. ഇത്തവണ വാരിക്കോരി തന്നെ അവർക്ക് സീറ്റ് നൽകിയിരിക്കുകയാണ് പിണറായി വിജയൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർക്ക് സ്ഥാനാർത്ഥിയുണ്ട്. ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ ശക്തി എന്തെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കിങ് മേക്കറാവുകയാണ് ജോസ് കെ മാണി. പല വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ജോസ് കെ മാണി യു ഡി എഫിൽ പോകുന്നു എന്നൊക്കെ യു ഡി എഫുകാർ മനപ്പായസം ഉണ്ടു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ജോസ് കെ മാണി എങ്ങും പോകുന്നില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. എൽ ഡി എഫിൽ എൽ ഡി എഫിൻ്റെ ചുവന്ന രാഷ്ട്രീയമാണ്, എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ജോസ് കെ മാണിക്ക് പഥ്യം. അതാണ് ജോസ് കെ മാണി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ നിയോഗം എന്തായാലും യു ഡി എഫ് മനപ്പായസമുണ്ടത്, ജോസ് കെ മാണി കൂടെ വരും എന്നൊക്കെ മനപ്പായസമുണ്ടത് വെറുതെയായി. യു ഡി എഫ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ജോസ് കെ മാണിയെ പുറംതള്ളിയത്. ജോസ് കെ മാണിയെ പുറംതള്ളിയത് യു ഡി എഫ് കാണിച്ച വലിയ മണ്ടത്തരമാണ്. ആ മണ്ടത്തരം ഇപ്പോൾ യു ഡി എഫിനെ തിരിഞ്ഞു കുത്തുകയാണ് എന്ന് മാത്രമല്ല, യു ഡി എഫ് അന്താളിപ്പിലാണ്. ജോസ് കെ മാണിക്ക് രാജയോഗം തന്നെ നൽകിയിരിക്കുന്നു പിണറായി വിജയൻ. പിണറായി സർക്കാരിന് വീണ്ടും അധികാരത്തിൽ എത്തണം. അതിന് ദുർബലമായ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ആരോപണങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. ശക്തമായ സഭയെ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി വേണം. ആ പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. ജോസ് കെ മാണി ആ പാർട്ടിയിൽ വിരാജിച്ച് അങ്ങനെ വിലസി നിൽക്കുകയാണ്. കിങ് മേക്കറാവുകയാണ് ജോസ് കെ മാണി.
മൂന്നാം പിണറായി സർക്കാരിന് ജന്മം ലഭിക്കുകയാണെങ്കിൽ അതിലെ കിങ് മേക്കർ മറ്റാരുമായിരിക്കില്ല, ജോസ് കെ മാണി തന്നെയായിരിക്കും.